ഹലോ ഫ്രണ്ട്സ്, ഗണേഷ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കുഞ്ഞു വ്ളോഗാണ്. ഞാൻ ചെറുതായിട്ടാണ് ഇത് എടുത്തിട്ടുള്ളൂ. അപ്പം രാവിലെ തന്നെ ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലതായി രസമുള്ള മേഘം കണ്ട സമയത്ത് ഞാൻ വീഡിയോ കുറേ നേരം എടുത്തിട്ടേയാണ് കേട്ടോ. അപ്പോൾ രസമുണ്ടോ രസമില്ലേ എന്നൊക്കെ പറയും ഗൈസ്. അപ്പോൾ രസമില്ലേ അപ്പോൾ ഞാനതൊക്കെ കണ്ടു. പിന്നെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു, അതിന് വെള്ളമൊക്കെ നനച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നനയ്ക്കുന്നത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള പ്ലാന്റാണെന്ന് എനിക്ക് തോന്നിയിട്ടു. പിന്നെ സ്കിൻ കെയർ ഇപ്പോൾ കുറച്ചായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് നല്ല പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്കിൻ കെയറിന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ബോഡി ബട്ടർ ക്രീമും ഒരു സ്ട്രോബെറിൻ്റെ ലിപ് ബാമും പിന്നെ പോൺസിൻ്റെ ക്രീമും പിന്നെ മുടി വെറുതെ കെട്ടാനായിട്ട് ഒരു ക്ലിപ്പും ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗൈസ്. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ലിപ് ബാമാണ് ഇടുന്നത്. ലിപ് ബാം നല്ല കളറാട്ടോ, നല്ല രസമുണ്ട് എനിക്ക് തോന്നി. കാരണം നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഉണ്ടായിരുന്നത് ബോഡി ബട്ടർ ക്രീം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല സ്മെല്ലുള്ള ക്രീമാണ്. ഇത് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രമാണ് ഓർക്കത്തുള്ളൂ, അല്ലാത്ത സമയത്ത് ഇങ്ങനെ ഇതൊന്നും ചെയ്യത്തൊന്നുമില്ല. വീഡിയോ എടുക്കുന്ന സമയത്ത് പ്രൊഡക്റ്റീവ് ആയാലോ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഇടുന്നെന്ന് മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അതൊക്കെ ഇട്ട് പിന്നെ പോൺസിൻ്റെ ക്രീം തേക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. എൻ്റെ കുഞ്ഞ് സ്കിൻ കെയർ ആണ്. പിന്നെ നിങ്ങളും സ്കിൻ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പം ഇത് സ്കിൻ കെയറൊക്കെ ചെയ്ത് എല്ലാ റുട്ടീനൊക്കെ ചെയ്ത് എപ്പോഴും എനിക്ക് പോൺസിൻ്റെ ക്രീം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ തീരാനായിട്ടുണ്ട്. അത് ഞാൻ ചിലപ്പോൾ ഒക്കെ തേക്കും. ബാക്കിയെല്ലാം വീഡിയോ എടുക്കുമ്പോൾ ഓർക്കുമ്പോൾ മാത്രം തേക്കുന്നതാണ്. പിന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടി ഇങ്ങനെ വെച്ചു. അതൊക്കെ ഞാൻ എടുത്ത് വെക്കട്ടെ. പിന്നെ ഞാൻ കുറച്ച് പഠിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് പഠിക്കുകയാണ് ഗൈസ്. അപ്പോൾ പഠിച്ച് ആകെ ഞാൻ വളർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പഠിക്കുകയൊക്കെ ചെയ്യുകയാണിത് കാണുന്നത്. പഠിക്കുന്നവരൊക്കെയുണ്ട്, ഇതൊക്കെ ഒന്ന് നോക്കി പഠിച്ച് നോക്കുക ഗൈസ്. അപ്പോൾ പഠിക്കുകയൊക്കെ ചെയ്ത് ഇത് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ലാതെ പഠിക്കുന്ന ബുക്കല്ല. ഇത് നമ്മൾ എഴുതിയൊക്കെ പഠിക്കത്തില്ലേ, ആ ബുക്കാണ്. അതിനകത്ത് ഞാൻ കുറേ എന്തൊക്കെയോ എഴുതിയൊക്കെ വെച്ച് പഠിക്കുന്നതേ ഉള്ളൂ. അതിനകത്താണ് സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചല്ല, അത് നമുക്ക് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഉള്ളൊരു ഷോ ഇതിനകത്തുനിന്ന് കാണുന്നുണ്ട്. അപ്പം പഠിക്കുന്നവരൊക്കെ ഉണ്ട്, ഇതൊക്കെ ഇങ്ങനെ വെച്ച് കണ്ട് പഠിക്കും കേട്ടോ. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ജേണൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് കാണിച്ചു തന്നത്. പിന്നെ ഞാൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കാൻ പറ്റിയില്ല, അപ്പോൾ ചായ കുടിക്കുന്നത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ ചായപ്പൊടിയൊക്കെ ഇട്ട് ഒരു ലൈറ്റായിട്ടുള്ള ടീ ആണ് ഉണ്ടാക്കിയത്. അധികം കടുപ്പമായിട്ടുള്ളൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. എനിക്ക് ഭയങ്കര കടുപ്പമായിട്ടുള്ള ഇഷ്ടമില്ല, അതുകൊണ്ട് ലൈറ്റ് ടീ ആണ് ഉണ്ടാക്കിയത്. അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് ചായപ്പൊടിയായിട്ടാണ് ഇട്ടിട്ടുള്ളൂ. കണ്ടാൽ തന്നെ മനസ്സിലാവും വളരെ കുറച്ച് ചായപ്പൊടി ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര ഇടില്ലെന്നല്ല, ഇടും. പക്ഷെ ഇന്ന് കുറച്ച് പ്രൊഡക്റ്റീവ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഇട്ടില്ല ഗൈസ്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഇട്ടു, കാരണം എനിക്കത് കുടിക്കാൻ എന്ന് വെച്ചാൽ പഞ്ചസാര വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇട്ടു. അപ്പോഴത്തേക്ക് ചായ ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് കുടിച്ചു, അതാണ് കുറച്ച് മാത്രം കാണുന്നത്. അപ്പോൾ നല്ല ചായയൊക്കെ ഞാൻ കുടിച്ച്, എൻ്റെ തന്നെ ചായയാണിത്. അപ്പോൾ ചായയും കുടിച്ച് കുറച്ച് വീണ്ടും പഠിത്തത്തിലേക്ക് തന്നെ നടത്തുകയാണ്. അപ്പം ചായയും എല്ലാം കുടിച്ചിട്ട് പഠിത്തം. പിന്നെ അമ്മ ഒരു അച്ചാറിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി, നല്ല ടേസ്റ്റുള്ള അച്ചാറായിരുന്നു. അതൊക്കെ ഒന്ന് നോക്കി നിൽക്കുകയായിരുന്നു. അതൊക്കെ ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 7 അപ്പ് കുടിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് തുറന്ന സമയത്ത് മൊത്തം ഐസായിട്ട് ഞാൻ കട്ട പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ 7 അപ്പൊക്കെ. അതിൻ്റെ അടുത്തുള്ള പാത്രമൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കട്ട പിടിച്ചിരിക്കുന്ന പോലത്തെ ഇതായിരുന്നു. പിന്നെ ഒരു ഗാലക്സി കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പം അപ്പോൾ ഗാലക്സിയൊക്കെ കഴിച്ച് പിന്നെ നല്ല വ്യൂ, പുറത്തത് വേറൊരു വ്യൂ നല്ല കണ്ട സമയത്ത് എന്തോ ഒരു ഫീലിങ്സ് ആയിട്ടുള്ള നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു
ഇത് ഫീൽ ചെയ്യുന്നില്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ അതെടുത്തതാണ്. എനിക്കും എന്തോ ഒരു നല്ല ഭംഗി തോന്നിയോണ്ടാണ്. പിന്നെ ഇത് ഒരു പൂവാട്ടോ. ഇത് നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ. പിന്നെ ഞാൻ ആ വ്യൂ എടുത്തിട്ടിട്ടുണ്ട്. നല്ല വ്യൂ ആണ്. പിന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഷാമ്പു ഈ ഷാമ്പു എനിക്ക് ഈ സമയത്തുണ്ടല്ലേ, വേറെയൊക്കെ ഷാമ്പുകൾ ഇരിക്കുമ്പോഴും എനിക്ക് ഈ ഷാമ്പു കേട്ടോ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ ഇഷ്ടം. അപ്പം അതുകൊണ്ടാണ് വെറുതെ കാണിച്ചതുള്ളൂ. പിന്നെ ബെഡൊക്കെ വിരിക്കാന്ന് വെച്ചു. ബെഡ് രാവിലെ എണീറ്റിട്ട് വിരിച്ചില്ലേന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ എണീറ്റില്ല, അവിടെ ഞാൻ കിടന്നൊക്കെ ഇങ്ങനെ ഇരുന്ന സമയത്ത് കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. അതൊന്ന് വിരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. രാവിലെ എണീറ്റപ്പോൾ ഞാൻ വിരിച്ചായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനിയായിരുന്നു കേട്ടോ. ഒന്ന് ഭയങ്കര പനിയായതുകൊണ്ട് മരുന്നൊക്കെ കുടിച്ച് ഗുളികയൊക്കെ കഴിച്ച് അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പം ഇന്നത്തെ ഒരു മിനി വ്ളോഗാണ്. സബ്സ്ക്രൈബ് ചെയ്യേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കില്ല.